ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാനാട്ടോ പോണേ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയ ഒരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാനാണ് പോണേ. അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടണമെന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജിത്തി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം ഇനി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടണമെങ്കിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ വല്ല തെറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെയാണ് പാചകം ചെയ്യുന്നതും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് ശരിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ക്യാബേജ് ഉപ്പേരി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയൊരു ക്യാബേജിൻ്റെ ഒരു പകുതി കഷ്ണം ക്യാബേജും, പിന്നെ ഒരു ചെറിയ സബോള, ഒരു അരമുറി തേങ്ങ, 2-3 ഉണ്ട പച്ചമുളകാണ് കേട്ടോ എടുത്തേനെ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. സെപ്പറേറ്റ് ഒന്നും ചെയ്യല്ല, എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ആദ്യം മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇത്തിരി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതാ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക്, നാളികേരം, സബോള, ക്യാബേജ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊരു കാര്യം മറന്നു, വേപ്പിലിട്ടില്ല. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ആയിട്ട് അപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ച് ഉരുളിയാണ് കേട്ടോ വെച്ചേക്കണേ. ഒരു കുഞ്ഞു ഉരുളി ചൂടാവട്ടെ. ചൂടായിട്ട് മുക്കിന് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ഇഞ്ചി ഇടാം കേട്ടോ. ഇഞ്ചി താല്പര്യമുള്ളവർക്ക് ഇഞ്ചി ഇടാം, എനിക്ക് ഇഞ്ചി അങ്ങനെ ഇഷ്ടമില്ല, അത് കാരണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കാം. വറ്റൽമുളക് ഇടുകയാണ് കേട്ടോ. ഇനി നമ്മൾ തിരുമ്മി വെച്ചേക്കണ ക്യാബേജ് ഇത് ഇതിലേക്ക് ഇടുകയാണ്. നല്ലപോലെ ഇളക്കാം. നമുക്ക് കുറച്ച് നേരം അത് മൂടി വയ്ക്കാം കേട്ടോ. ഒരു തട്ട് ഉപയോഗിച്ച് നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇടയ്ക്ക് ഇളക്കി കൊടുക്കും. അടി പിടിക്കാണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വീണ്ടും മൂടി. അപ്പം നമുക്ക് വെന്തോന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ക്യാബേജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം.
അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം.